ഗൈസ് ഏതൊരു കാര്യവും നമ്മൾ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ തീരുള്ളൂ. അല്ലാണ്ട് അത് ഫ്ലോപ്പ് ആവില്ല. കാരണം നമ്മൾ എല്ലാ വട്ടവും ഇങ്ങനെ സൺഡേ റൈഡ് ഇറങ്ങാറുണ്ട് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് നോക്കുമ്പോൾ 20 ആൾക്കാരാണ് കേസ് വരുന്നത്. 20 ആൾക്കാർ അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. 20 രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ലൈക്ക് അങ്ങനെ വലിയതൊന്നുമല്ല. നമ്മൾ കുറച്ച് ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ കാലത്ത് റൈഡ് ചെയ്യണതാണ്. അപ്പോൾ 20 ആൾക്കാർ പേര് തന്നിട്ടാ. ഞാനത് 50 മുട്ടിക്കാൻ നോക്കി, പക്ഷേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 25ലേക്ക് മുട്ടിയിട്ടില്ല. അപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് പോണത് ചിമ്മിനി ഡാമിലേക്കാണ്. ഞാനിന്ന് റൈഡ് ചെയ്യണത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരാഴ്ചക്കുള്ളിൽ ഇട്ടിടണം. സോ എന്നാലാണ് ഗൈസ് ഇടയ്ക്കൊക്കെ ഒരു ബിരിയാണി കഴിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ എടുത്തത്. ഇലക്ട്രിക് സൈക്കിൾ ആയിട്ട് അതിൻ്റെ ഫണ്ണ് കളയും കേട്ടോ. നമ്മുടെ റൈഡിൻ്റെ നമുക്ക് കംഫർട്ടായിരിക്കും, പക്ഷേ ഒരു ഫണ്ണ് ഉണ്ടാവില്ല ഇലക്ട്രിക് സൈക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ടൈം മോട്ടോർ ഓണില്ല. എന്തായാലും നോക്കി നോക്കാം. 20 ആൾക്കാരെ പരിചയപ്പെടാം, അവരുടെ ബൈക്ക് പരിചയപ്പെടാം, റൈഡിൽ പോകുന്ന വിശേഷങ്ങൾ പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ചിമ്മിനി ഡാമിലേക്ക് പോകാം കേട്ടോ കാലത്ത് തന്നെ. ഗൈസ് ഇവിടെ എത്തിയിട്ടാ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഡെക്കാത്തലോണ്ട് ഒരു റൈഡല്ല റണ്ണ്. എനിക്കതാണത് 5 കിലോമീറ്റർ റണ്ണാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കുറേ പേര് ഓടി പോകുന്നുണ്ട്. എനിക്കതാണ് തോന്നണത്. 5 കിലോമീറ്റർ റണ്ണെന്ന് പറഞ്ഞിട്ടേ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം ഇത് കണ്ടവാൻ ആൾക്കാരുണ്ട് കേട്ടോ. 5 കിലോമീറ്റർ റണ്ണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്നത് കാണാനുണ്ടോ? അതിൻ്റെ ഒപ്പം നമ്മുടെ ക്ലബിൻ്റെ ആൾക്കാരും കൂടിയും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 5 കിലോമീറ്റർ റണ്ണാണോ? അതെ 5 കിലോമീറ്റർ റൺ തന്നെയാണ് കേട്ടോ അവരുടെ. ശേ എല്ലാം ഒരുമിച്ച്. എൻ്റെ പൊന്നി ഇത് കുറേ ഉണ്ടല്ലോ. കുറേ ആൾക്കാരുണ്ടല്ലേ റണ്ണിന്? എൻ്റെ ദൈവമേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. 5 കിലോമീറ്ററാന്ന് തോന്നുന്നുണ്ട്. ഹെവി സാധന നോക്കണ്ട ഉണ്ണി. പറഞ്ഞത് കേട്ടില്ല. അതെ, പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴിയില്ല. ഫസ്റ്റ് റൈഡാ. പേര് രോഹിത്. കഴിഞ്ഞ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമ്മളൊരു ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് തോന്നുന്നു. അപ്പോൾ മിസ്റ്റർ രോഹിത് ജാവേലാണ്. പിന്നെ ബാക്കിയുള്ളവരെവിടെയാ? ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ കുറേ തള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയെ സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ കുറേ തള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-25 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് കൊണ്ടുവരും അല്ലേ? അവസാനം ഞാൻ വാടകയ്ക്ക് എടുക്കേണ്ടി വരും ബംഗാളികളെ. അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പിൽ കൂടെ പോവാം. അവസാനം ഞാൻ തന്നെ വാടകയ്ക്ക് ആളെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ടാ. തലയ്ക്കൊരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. ഇല്ല, പുതുക്കാടുന്ന് ഒരു 4 പേരുണ്ട്, ഇവിടെ നിന്ന് ഒരു 10-15 പേര്. ആ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ചെതറക്കിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നത് ഹൈവേയിലുള്ളൊരു കടയുണ്ട്, സിൽവർ സ്പോർട്സ് ഉണ്ട്. അവിടെ നിന്നായിരിക്കും ആൾക്കാർ. അവിടെ ആയിരിക്കും കേട്ടോ അടുത്ത ചെക്ക് പോയിന്റ് വരുന്നത്. മലയേക്കര ടോള് കഴിഞ്ഞു. ആ ബാക്കിൽ പോണ ആ ടിപ്പർ കണ്ടോ? അതിൻ്റെ ആ ഫ്രണ്ടിലിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റ് മാത്രം ഇരുന്ന് കുലുങ്ങുണ്ട് കേട്ടോ. ആക്സിൽ ഷോക്ക് പോലെ ഈ കുഴിയിലൊക്കെ ചാടുമ്പോഴേ കണ്ട. ഈ വണ്ടി കേട്ടോ മഹീന്ദ്രയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. ആ ബ്ലാക്ക് ആ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അത് മാത്രം. ദൈവേ, ഇതൊന്നും വീഴല്ലോ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അങ്ങനെ പോയിരിക്കോട്ടോ. മേലെന്ന് എന്തെങ്കിലുമൊക്കെ വീണ പണിയാണ്. അതിങ്ങനെ കുലുങ്ങിയപ്പോൾ ഞാൻ കൊള്ളാലോ പരിപാടിയെന്ന് തോന്നിയിട്ടാ. സോ ഗൈസ്, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. 25 പേരെന്നുള്ളത് ഞാൻ തികച്ചിട്ടുണ്ട്. എല്ലാവരും ദൈവം ഒരു ഹായ് പറഞ്ഞോ. 2 പേര് ഞങ്ങൾ എക്സ്ട്രാ വിളിച്ചാണ്. ഒരു ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അത് ആളെ തയ്ക്കാൻ വേണ്ടി ആളെ ഇറക്കിയതാണ് കേട്ടാ. നിങ്ങൾ 2 പേരില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ഇല്ല, വരുന്നുണ്ട്. അല്ല, ഞാനിപ്പോ ഇത്ര പേരുള്ളതുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത്ര പേരാണ് എല്ലാരും കൂടി പോണത് കേട്ടോ. വടി ഒഴുങ്ങി നിൽക്കണ്ടേ നിനക്ക് പറയ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാണ് റൈഡ് പോണത്. ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചവിട്ടി ഒരു പരിവാന്ന് തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോണത്. ഇതാരത് ടാൻഡം ബൈക്കുമൊക്കെ നിങ്ങൾ 5 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ബ്രേക്ക് എടുക്കും.
ഇതാ പരിചയം നോക്കൊന്നും കാണല്ലേ. ഓക്കെ ഓക്കെ. അതെ, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണ്ടേ. അപ്പൊ എല്ലാരും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചവിട്ടറ വാമപ്പിന് വേണ്ടിട്ട് ഹെവി സാധന. അതെ, ഒരു എക്സ്പീരിയൻസ് ചവിട്ടാൻ. ആ കേട്ടി ടയർ കണ്ടാറൂടെ, ടയർ ഹെവി ടയർ പറ്റണ്ടേ. പെഡൽ അസിസ്റ്റന്റ് കാര്യമാണെങ്കിൽ ഇലക്ട്രിക് ആണ്, പക്ഷെ എന്നാലും ചവിട്ടുമ്പോഴേ സീനാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ എല്ലാരും കൂടി ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും ആയില്ലേ. ഇനിയിപ്പോ വേറെ ആരുമില്ലല്ലോ. ഇനിയിപ്പോ വേറെ ആരുമില്ല. ജാവ ഉണ്ടല്ലോ അവിടെ. മിസ്റ്റർ ജാവ എന്ത് പറയണു? എപ്പോഴെത്തിയ രാത്രി? അന്ന് രാത്രി നമ്മളെ ലാസ്റ്റ് കണ്ട രാത്രി അപ്പൊ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ അപ്പൊ ഞങ്ങള് വർത്താനം പറഞ്ഞിട്ട് ചുമ്മാ കാച്ചപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നീങ്ങട്ടെ കേട്ടോ. കാലത്ത് മോർണിംഗ് റൈഡിന്റെ വൈബ് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. ഞാൻ ഇതുപോലെ എൻജോയ് ചെയ്യുന്ന വേറെ സംഭവം ഉണ്ടല്ലേ. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇറങ്ങാറുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ വിരളമായിട്ടാണ് ഞാൻ ഇറങ്ങാറ്. ഒരു ഉണ്ട് കേട്ടോ, ആക്സിലേറ്റർ ഒന്ന് കൊടുക്കട്ടെ, അല്ലാണ്ട് ചവിട്ടിയാൽ നീങ്ങില്ല കേട്ടോ. ഇവിടെ ഒരു ടാൻഡം ബൈക്ക് ഉണ്ട് കേട്ടോ. ടാൻഡം ബൈക്കിൽ 2 പേര് വരുന്നുണ്ട്. അവർ പാട്ട് വെച്ച് പാട്ടും കേട്ട് റൈഡ് ചെയ്യാൻ കേട്ടോ. അവിടെ പോർട്ടബിൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ, പോർട്ടബിൾ സ്പീക്കർ. അപ്പോൾ ഞാൻ അവരോട് സജഷൻ ചോദിച്ചിട്ടുണ്ട്, മറ്റേ പാട്ട് വയ്ക്കാൻ പറ്റുമെന്ന്. മൊഞ്ചത്തിപ്പെണ്ണെ മുന്തിരി ആ സാധനല്ലേ മെഹ്റൂബ, അത് വയ്ക്കാൻ പറഞ്ഞ് സജഷൻ ചോദിച്ചിട്ടുണ്ട്, സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറെ മൂടായിരിക്കും കേട്ടോ, നൈസായിരിക്കും. സോ വൈബിങ് കിടിലൻ. എല്ലാവരും സൈക്കിൾ എടുത്ത് ഇറങ്ങും ഗൈസ്. ഇലക്ട്രിക് സൈക്കിൾ എടുത്ത് ഇറങ്ങരുത് കേട്ടോ, ഫണ്ണൊക്കെ നഷ്ടപ്പെടും. എനിക്ക് ഇവരുടെ ഇപ്പോൾ ആ ഒരു വൈബിൽ ചേരാൻ പറ്റില്ല ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട്. ഇലക്ട്രിക് സൈക്കിൾ എടുക്കരുത് ഗൈസ്. ഇലക്ട്രിക് സൈക്കിൾ എടുക്കേണ്ടത് മോർണിംഗ് ജോലിക്ക് പോകണവർ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ, നമ്മളെപ്പോലെ ചുറുചുറുക്കുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചുറുചുറുക്കുള്ളവർ വായിൽ വെള്ളം പറ്റിയിട്ടാ ഉള്ളവർ എടുക്കേണ്ട ബൈക്ക് നോർമൽ സൈക്കിളാണ് കേട്ടോ. സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് റൈഡ് മുന്നോട്ട് പോകുന്നു ചിമ്മണി ഡാമിലേക്ക്. നിങ്ങൾ ഓടിക്കണത് മോട്ടോർ സൈക്കിള്, ഇത് മോട്ടോർ സൈക്കിള്, ഇത് ബൈക്ക്. അതാണ് ബാക്കിൽ തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബ് എന്നിട്ടാണ്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതിനെ സൈക്കിൾ എന്ന് വിളിക്കുള്ളൂ. അവൻ സൈക്കിൾ കൊട്ടി നടക്കണ്ടെന്ന് പറയും, ബാക്കി എല്ലായിടത്തും ഈ സാധനത്തിന് ബൈക്ക് എന്നാ പറയാ. അപ്പൊ ഇനി ആരോടെങ്കിലും പറയുമ്പോ ഓർത്തോളോ, അത് മോട്ടോർ സൈക്കിള്, ഇത് ബൈക്ക്. മോട്ടോർ സൈക്കിള് ബൈക്ക് മറക്കരിക്കോ. ഓക്കെ ബൈ. ശരിയല്ലേ? എന്തേലും തെറ്റുണ്ടോ? ആൾക്ക് കുറെ നേരമായിട്ടൊരു ഡൗട്ട്, ജേഴ്സിയുടെ ബാക്കിൽ എന്താ ബൈക്കേഴ്സ് ക്ലബ് എന്ന് ഇട്ടോക്കണത്. ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അത് മോട്ടോർ സൈക്കിളും ഇത് ബൈക്കും. പ്രോബ്ലം സോൾവ്. പരിപാടി കഴിഞ്ഞു. ആൾക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അല്ലെങ്കിൽ പിള്ളേരോട് പോയി പറയേ, അവൻ സൈക്കിളും കുട്ടിയാണ് നടക്കേണ്ട ഒരു സുഖമില്ല കേൾക്കുമ്പോൾ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സൈക്കിള് കണ്ടിട്ടേ ഇത്ര വലിയ ടയർ ഇട്ടിട്ട് രസമാണ്, ഫണ്ണാണ്. നമ്മളിപ്പോൾ വേലൂപ്പാടം വിശുദ്ധ യൗസേപ്പിൻ്റെ തീർത്ഥാടന കേന്ദ്രം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വേലൂപ്പാടാണ്. വേലൂപ്പാടം. എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടേ തരുള്ളൂ അല്ലേ? അയ്യോ വെട്ട് പ്രസിഡന്റിനെ ഇടിച്ചു വീഴ്ത്തി. ഞാൻ ലെഫ്റ്റിലൂടെ കയറുന്നത് കണ്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചു തരും ആള്, പാട്ട് വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേലൂപ്പാടം സൈഡിലെ അവിടെ എത്തിയിട്ടോ, തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയയിൽ ഇത് ഫുള്ള് മറ്റേ ഇതാണ് കേട്ടോ, ഈറ്റല്ലല്ലോ, ബാമ്പു ആണെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഒരു കാടാണ് വെച്ചിരിക്കുന്നത്, സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ബാമ്പുവിൻ്റെ തന്നെ ഒരു ലൈക്ക് ഫോറസ്റ്റ് പ്രിസർവ്ഡ് ഏരിയ പോലെ കാണാൻ പറ്റും കേട്ടോ. ഈ റൂട്ടിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
ഈ റൂട്ട് കുറച്ച് സീൻ റൂട്ടാണ് കേട്ടോ. കുറച്ച് സീൻ റൂട്ട് ചോദിക്കുകയാണെങ്കിൽ പണി വരുന്ന റൂട്ട്. ആനയ്ക്ക് നേരത്തെ ഞങ്ങൾ തമാശയായിട്ട് പറയണതില്ലേ, ആനയ്ക്ക് പണം കൊടുക്കാമെന്നൊക്കെ പറയണ്ടായിരുന്നില്ലേ, അത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു റൂട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. കണ്ടോ മുളയുടെ ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ മുളം കാട്ടിലേക്കാണ് കേട്ടോ കയറാൻ പോണത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇനി റൈഡ്. അത് കുറച്ച് കിലോമീറ്ററുകളുണ്ട് കേട്ടോ. ബൈക്ക് ഇവിടെ വയ്ക്കാട്ടാ. ഇവിടെ ഒരു ഹാരിസൺ മലയാളത്തിൻ്റെ പാലപ്പള്ളി പനമ്പള്ളി എന്തൊരു പേര് ഇതിൻ്റെ അറിയോ? ആരും നോക്കണില്ലല്ലോ മോദിക്ക്. അപ്പോൾ ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിലാണ് കേട്ടോ ഈ സാധനം നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈനപ്പ് ചെയ്തിട്ട് എല്ലാ വണ്ടികളും ലൈനപ്പ് ചെയ്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 20 ആൾക്കാരായതുകൊണ്ട് വീണ്ടും കോപ്പി റൈറ്റ്. ജൂണോൻ്റെ പ്രായമുള്ളതുകൊണ്ട് കേട്ടോ, ജൂണോൻ്റെ അതേ സൈസ്. അപ്പോൾ ഞങ്ങൾ ഇതിവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ബെർഗമൗണ്ടാണ്. അതിനെക്കാട്ടും മുന്നേ ഞാൻ വേറൊരു സംഭവം കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾ ഇവിടെ കണ്ട അങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. നോക്കിയേ, ഇവിടെ ഫുള്ള് വെള്ളം കയറിയിട്ടത് ഈ ഭാഗം വരെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോരം ഹൈറ്റിലാണ് വെള്ളം കയറി വെക്കണേന്ന്. ഈ എസ്റ്റേറ്റിൻ്റെ സൈഡിലത്തെ ഒരു തോടാണ് കേട്ടോ. എനിക്ക് നല്ലത് ചിമ്മിനി ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗം വരെ കേട്ടോ. ഇപ്പോൾ ഇവിടം വരെ വെള്ളമുള്ളൂ, പക്ഷേ ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുന്നേ വെള്ളം കയറിയിട്ടുണ്ട്. അമ്മാതിരി വെള്ളം ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഹൈറ്റിൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം ചെടികളെല്ലാം ഇങ്ങോട്ടാണ് നിൽക്കണത് കേട്ടോ. അത് കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക് എവിടെ നിന്നാണെന്നുള്ളത്. സോ നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. 10 കിലോമീറ്ററൊക്കെ നമുക്കിനി റൈഡ് പോകാൻ വേണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ ഫുള്ള് ലൈനപ്പ് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യല്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ നിർത്തിക്കുക. ഗൈസ് പറയാതിരിക്കാൻ വയ്യ, ഞാൻ കുറച്ചധികം കാലമായിട്ടുണ്ട് ഈ ചിമ്മിനി ഡാം ഈ റൂട്ട് വന്നിട്ട്. ഇനി ഒരു 9 കിലോമീറ്ററാണ് ശരിക്കുള്ളത് കേട്ടോ. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു. കിടിലം വഴി കേട്ടോ, ഹാരിസൺ മലയാളം പാലപ്പള്ളി എസ്റ്റേറ്റ് കേട്ടോ. സോ ഹെവി സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അടിപൊളി റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റോഡും വ്യൂ കേട്ടോ. എൻ്റെ മോനെ, ഇതല്ല സാധനം വേറെ ഉണ്ട്. എൻ്റെ മോനെ കിടിലനിറക്കം. എൻ്റെ അമ്മയെ പൊളിച്ച്. എനിക്കിത്ര മതി, ഈ വൈബ് മതി. പൊളിച്ച് അടിപൊളി നൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കുമ്പോഴേ എന്തോരു ഫീൽ, എന്തോരു സൈക്കിൾ ചവിട്ടി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഒരു വൈബ് അനുഭവിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ കേട്ടോ. എൻ്റെ മോനെ അടിപൊളി പൊളിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇവിടെ എല്ലായിടത്തും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കേരള വനം വകുപ്പ് വന്യജീവി ചാലക്കുടി ഡിവിഷനിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നതാണ് കേട്ടോ ഈ സംഭവം. ആന ഇറങ്ങണത് ആ ചിമ്മിനി ഡാമിൽ കുറേ ഇതുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ വഴി കൂടെ തന്നെയാണ് നമ്മളും പോണത്. നമ്മൾ ഇത്ര വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പോണത് കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഓഫ് റോഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് വരാനുള്ളൊരു പേടിയാണ്. ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാ കാട്ടാനയുടെ ഭക്ഷണമാവേണ്ട ഒരു നേരത്തെ കിടിലൻ വഴി. എൻ്റെ മോനെ ഇജാതി ഫോട്ടോയ്ക്ക് പറ്റിയൊരു സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വെള്ളച്ചാട്ടം, ഇവിടെ ബൈക്ക് പൊളിച്ചില്ലേ ഇങ്ങനെയുണ്ടെന്ന്. കിടിലൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഈ കല്ലിൻ്റെ ഉള്ളി കൂടെ വെച്ചിട്ട് ഒരു ഫോട്ടോ ആയിരുന്നു. അത് വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിടിലൻ സാധനം. ഈ കളറും ഈ സാധനവും ഭയങ്കര കോമ്പിനേഷനായിട്ടേ നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ. ഞാൻ ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. സോ അത് സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനം വളച്ച് കയറ്റാം കേട്ടോ. ഞാൻ തന്നെ കഷ്ടപ്പെടണേ. മോട്ടർ ഓൺ ചെയ്താൽ പോരെ. ഇത് വാ മനുഷ്യ.
യെസ്, അവരെല്ലാവരും മുന്നിലോട്ട് പോയിട്ടാ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ കാരണം സോ കുഴപ്പമില്ല ഗൈസ്. അതിലൊരാളെ ഞാൻ പിടിച്ച് ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടാ. സൈക്ലിസ്റ്റ് ആയിരുന്നു ആളെന്നെ. ഇപ്പോൾ പ്രൗഡോ ബ്രോ, സോറി. എനിക്ക് വേറെ 2 പേരാണ് കേട്ടോ ഫോട്ടോ എടുത്ത് തന്നത്. അവർ ഇലക്ട്രിക് സ്കൂട്ടറിനെയാണ് വന്നത്. ഒരെണ്ണം ആദിത്യയും ഒരെണ്ണം അർജുൻ ബ്രോയും. അപ്പോൾ ആളുടെ ഫ്ലോ നഷ്ടപ്പെട്ട് ആ സൈക്ലിസ്റ്റിൻ്റെ പേരെനിക്കറിയില്ല. പോയി എന്തായാലും സോറി പറയണം. ഞാൻ അതിൻ്റെ ഇടയിൽ പിടിച്ച് നിർത്തി, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇറക്കത്തിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ പോവായിരുന്നു. ഇവരെ പിടിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ആക്ച്വലി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്തിയിട്ടില്ല. 9 കിലോമീറ്റർ ഉണ്ട്. ബ്രോനല്ലേ ഞാൻ അവിടെ പിടിച്ച് നിർത്തിയേ? സോറി, ഐ ആം സോറി. ഞാൻ എൻ്റെ ഭാഗത്ത് മാത്രം ചിന്തിച്ചോളാം. ചവിട്ടി കയറ്റുന്ന പാട് എനിക്കറിയാം. ഏതാ? ഞാനത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. കിട്ടില്ല വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വഴി കേട്ടോ, നൈസ് വഴി. നമ്മൾ എവിടെ നിർത്തിയതല്ലോ, നിർത്തിയതല്ല കേട്ടോ. എൻ്റെ ദൈവമേ, നിങ്ങൾ നോക്കട്ടോ, ഹെവി വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി വഴി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിലും. Standing? Yes. കിട്ടിട്ടുണ്ട്. നേപ്പാളിൽ പോയപ്പോഴും ഇതുപോലത്തെ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാന്റേഷൻ ഓണേഴ്സിൻ്റെ അടുത്താണ് ഇത് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പൈൻ ഫോറസ്റ്റ്, അങ്ങനത്തെ ഒരു പ്ലാന്റേഷനായിരുന്നു. പൈൻ മരങ്ങളുടെ ഒക്കെ ഒരു ഇതുണ്ട്. പൈനല്ലല്ലോ, വേറൊരു സാധനമായിരുന്നു കേട്ടോ. ഏതൊരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു നമ്മൾ നേപ്പാളിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയൊരു അങ്ങനെ വല്ലാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡൗൺ ഹില്ലായിട്ട് റൈഡിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ട്രാക്ക്. അധികം മെയിൻ്റെനൻസും കാര്യങ്ങളും വേണ്ട, ചെറിയൊരു ഫീ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്രൈസുള്ളവർക്ക് തന്നെയായിട്ട് ഇത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാധനം അടിയിൽ ഈ പറഞ്ഞോണം ഇലകളും വീണ് വൃത്തികേടായിട്ട് കെടുക്കില്ല, കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. നേപ്പാളിൽ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ലൈക്ക് ഇങ്ങനെ വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു 100 രൂപ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാശ് വെച്ചിട്ട് ട്രാക്ക് അത്ര പ്രൊഫഷണൽ ട്രാക്ക് വേണമെന്നില്ല, ചെറിയൊരു സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അധികം പെഡലിംഗ് ഇല്ലാണ്ട് ഡൗൺ ഹില്ലായിട്ട് ഇറങ്ങി വരാം. ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ട്രയൽ സാധനം റെഡിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇങ്ങനത്തെ പ്ലാന്റേഷൻ ഓണേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ആശയമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ എൻജോയ് ചെയ്യാം. നമുക്ക് റോട്ടിൽ കൂടെ സൈക്കിൾ ഓടിച്ച് റൈഡ് ചെയ്യുന്നതും നമുക്ക് എൻജോയ് ചെയ്യാം. ആ ഒരു കാറ്റഗറി ട്രയൽസ് എക്സ്പീരിയൻസ് ചെയ്യാനും അത് മാത്രം ഇഷ്ടപ്പെടുന്നവരും ലൈക്ക് ഒരു വേറെ തന്നെ ഒരു കമ്മ്യൂണിറ്റിനെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്. നേപ്പാളിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞതെന്ന് മാത്രം. ഇഷ്യൂ ഗൈസ്, ഇവിടെ ഫുള്ള് ചാണകം മെഴുകി എടുക്കാൻ കേട്ടോ. ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് നിർത്തിയതാണ്. വെട്ടുകേക്കല്ല ഇരിക്കണത്. ഇവിടെ എന്താ പരിപാടി? സോഡ നാരങ്ങളും കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. സെറ്റ്. ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ, റേഞ്ച് ഫുള്ള്. ഹായ്, കണ്ടണ്ടാ? താങ്ക് യു. പേരെന്താ? ബായ്, കാണാം, വ്ളോഗിൽ വരും. സബ്സ്ക്രൈബർ മീറ്റപ്പ്. അപ്പോൾ നമ്മളിവിടെ ഉപ്പുസോറ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഉപ്പുസോറ കുടിക്കാൻ വേണ്ടി വന്നതല്ല, ഇവിടെ നിന്നപ്പോൾ ഉപ്പുസോറ കുടിച്ചതാണ്. അപ്പോൾ ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. സോ കയ്യിൽ കാശ് വെച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഏതാ പലകപ്പുറത്ത് കാശ് വയ്ക്കണം. അണാച്ചാല കിട്ടുള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ജെറിഞ്ഞാണ്ടെന്താ ചോദിക്കാമെന്നല്ലോ.
ഇന്നലെ 2 സ്കൂൾ പിള്ളേർ വന്നിട്ട് കടയിൽ വന്നിട്ടേ ചേട്ടന്മാര് ജോൽ ജോഷിയുടെ വീഡിയോയിലുണ്ടായിരുന്നല്ലേ പിള്ളേര് വന്നിട്ട് സിൽവർ സ്പോക്സ്. ഇതാണ് ആള് വരുന്നത്. ഇന്നലെ അതുപോലെ തന്നെ കോഴിക്കോട് ഒരു പയ്യൻ, എൻ്റെ വേറൊരു കൂട്ടുകാരൻ പോയിണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂരാണോ എന്ന് ചോദിച്ചു. ഒരു പയ്യൻ വന്നിട്ട് ആ തൃശ്ശൂർ അച്ഛൻ്റെ ജോലി എന്നിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് തന്നെ. ഞാൻ സമയത്തില്ല, ഒരു പാവം ചെക്കനായിരുന്നു. അവൻ കപ്പലിൽ വെക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ തൃശ്ശൂരാണോ എന്ന് ചോദിച്ചിട്ട്. ഗൈസ്, സോ മച്ച് ഓഫ് ലവ്. ഒരുപാട് താങ്ക്സ് ഗൈസ്, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ഇവിടെ ക്രാഡിയാക്കിൻ്റെ വണ്ടി ഇതിരിക്കുന്നത് കഴിഞ്ഞ വ്ളോഗിലും കാര്യങ്ങളൊക്കെ കാട്ടിയിട്ടുള്ളതാണ് ഈ വണ്ടി വരുന്നത്. സോ വെയിറ്റിംഗ്. പറയ ചേട്ടാ. അതിന് 70,000 രൂപ അത്രേ ഉള്ളൂ. ചായ കൂടിയില്ല, നമ്മൾ മറ്റേ സാധന സർബത്ത്, ഉപ്പിട്ട സോഡ വെള്ളം. ഇത് ഫുൾ റെക്കോർഡിങ്ങാ. നിങ്ങളൊക്കെ സാറ്റലൈറ്റിലേക്ക് പോവും. എല്ലാം വരും, ടി വിയിൽ വരും. പോട്ടെ. അതെ, എന്നാ പൊക്കോന്നല്ലേ. ശരി എന്നാ. എന്തായി നീങ്ങാ? പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നീ കണ്ടിട്ടാ? നീ പറയാണ്ട് ഹായ്. പിള്ളേര് വന്നു. റൈഡ് വരണ്ട നിങ്ങള്? ആണോ? പോട്ടെ. അതൊക്കെ ഒരു കഴിവാ. അനിയന് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങി കൊടുത്തു. നീ അത് കണ്ടിട്ടില്ലേ? ഇപ്പൊ അനിയന് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങി കൊടുത്തു. എല്ലാം അവന്റെ പ്രാക്ടീസിങ് വരെ കഴിഞ്ഞു. അതെ. പോട്ടെ, ടാറ്റാ. എല്ലാരും വ്ളോഗിൽ വരും കേട്ടോ. ഹായ് പറഞ്ഞോ. ഹായ്. ഓക്കെ, ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യടാ. ഒരു സംഭവബഹുലമായ ഒരു സംവാദമായിരുന്നു, കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. അവിടെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ രജിസ്ട്രേഷനും. ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആനകളുടെ ഇത് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയായിരുന്നു. സൈക്ലിസ്റ്റുകൾക്ക് എൻട്രി ഉണ്ടോ ഇവിടെ? എങ്ങനെയാ കാശ് കൊടുക്കണം? സൈക്കിൾ ഔട്ടേക്ക് പോണുണ്ടോ? എനിക്കിട്ടെന്നെ വെച്ചൂലേ, അത് റെക്കോർഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്. സൈക്കിളിൽ വേണ്ട, ആൾക്ക് മതി. എത്ര രൂപ? എത്ര രൂപ? 20 രൂപ. കാശുള്ളവർ കൊടുക്കൂ. ഗൂഗിൾ പേ ഇല്ലല്ലോ. നെറ്റ് ഉള്ളിൽ വൈഫൈ ഉണ്ടാവോ? അതെ. 4 സിനിമ ഡൗൺലോഡ് ചെയ്ത് പോണു. ഫുള്ള് ഹാങ്. ഫോട്ടോ എടുക്കാവോ? ഇവിടെ സാറ് ഇതില 20 രൂപ ആണ് ഇത് വരുന്നത് കേട്ടോ. ഫോറിനേഴ്സിന് 200-ഉം ഇന്ത്യൻസിന് 20 രൂപയും. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെയും ഉണ്ട് കേട്ടോ ടാപ്പ് വാട്ടർ. ഇത് ഇവിടെയും ഉണ്ട് ടാപ്പ് വാട്ടറും ബാക്കി സംഭവം കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ, 5 ലിറ്ററിന് 5 രൂപ കേട്ടോ. നമുക്ക് ബോട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ട്. നമ്മൾ ഊട്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഊട്ടി ആ ഭാഗത്തൊക്കെ. പക്ഷേ എനിക്കെന്തത്ര ചെറിയൊരു പേടി പോലെയാണ് കേട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം കേട്ടോ. ടിക്കറ്റ് കൊടുക്കുന്ന ഗൂഗിൾ പേ എടുക്കൂടെ? ക്യാഷ് ഓണില്? അതെ, ക്യാഷ് ഓണിലാണ്. അപ്പോൾ ക്യാഷും കൊണ്ട് വരണം. വൈഫൈ കിട്ടിയിട്ട് കാര്യമില്ല. ആരില്ല ക്യാഷുള്ള? എൻ്റെ മണിയും കൊടുത്തു തന്നെ. കുറേ 10 ഉണ്ടല്ലോ. ആരല്ല ക്യാഷുള്ള? ഗൈസ്, ഇവിടെ ഡോർമെട്രി വരുന്നുണ്ട് കേട്ടോ. ഡോർമെട്രി, എക്കോ ഷോപ്പ്, പിന്നെ എന്നിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. എവിടെയാ? മേലെ പോവാം വാ. മേലെ ഈ സാധനം ഇതുവരെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ ഡാം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ലൈക്ക് ഡാമിൻ്റെ മേൽഭാഗമല്ലേ റിസർവോയർ, ആ
നമ്മളെപ്പോഴും റൈഡ് പോകുമ്പോൾ താഴത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ കേട്ടോ. മേലെ ഞാൻ ഇതുവരെ മേലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ സൈക്കിളിലായാലും അല്ലാണ്ടായാലും എൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഡാമിൽ കയറിയത് കേട്ടോ. ഡാമിൽ കയറിയത് എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല. ഞാൻ അപ്പോൾ ഈ വട്ടം എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഡാമിൻ്റെ മേലെ ഒന്ന് കയറണം കേട്ടോ. കാരണം മൂന്നാറൊരു ഡാമുണ്ടല്ലോ, അത് അതിൻ്റെ മേലെ കൂടെ പോണ കാരണം നമ്മൾ ആ ഒരു എക്കോ പോയിൻറ്റിന് മുന്നേ ഒരു മൂന്നാറിലൊരു ഡാമില്ലേ, ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ മാത്രമേ ഞാൻ അതിൻ്റെ മേലകൾ കയറുള്ളൂ. വേറെ പീച്ചി ഡാമായാലും ഇപ്പോൾ ചിമ്മിണി ഡാമായാലും ഇതുവരെ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ മേലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം വരുന്നത്. ഇത് തന്നെ ഗൈസ്, ഇത് തന്നെ സ്ഥലം വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് കയറേണ്ട സ്ഥലം വരണേ, ഇതിൻ്റെ മേലെ കൂടെ. നമ്മൾ ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടേക്കൊക്കെ നമ്മൾ ഡെക്കാത്തലോടൊപ്പം റൈഡ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ പോയാലും ഒരവസരം കിട്ടിയിട്ടില്ല കേട്ടോ. സോ ബൈക്ക് കൂടെ വെയിറ്റ് ചെയ്യാം, എല്ലാവരും വരട്ടെ, എന്നിട്ട് നമുക്ക് റെഡി ആവാം കേട്ടോ. ഇവിടെ ബൈക്ക് ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ ബൈക്കും 2 ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ വെച്ചിരിക്കണം കേട്ടോ വണ്ടി. എന്തെങ്കിലുമൊക്കെ തള്ളി മറിക്കാം. ബ്രിട്ടീഷുകാർ പറയാല്ലേ, ബ്രിട്ടീഷ് അല്ലെങ്കിൽ പോർച്ചുഗൽ വേറെ രാജ്യം പിടിച്ചാലേ ബ്രിട്ടീഷിനെ വേണമെന്നുണ്ടോ? ഡാം പണിതവരാ അല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും. എനിക്ക് ഇവിടെ വലിയൊരു ടയറാണ് കേട്ടോ, JCB ടയറല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തള്ളാന്ന് വിചാരിച്ച് നിൽക്കുക. അറിയണവരാരെയുണ്ടെങ്കിൽ പറയാം. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നോക്കിയതിൻ്റെ സൈസ് നോക്കിയാൽ അത്യാവശ്യം ഉണ്ടല്ലേ, മുട്ടുവരെയുണ്ട്, വലിയ സാധനം. അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ. ഹെവി സാധനം വലിയ ടയർ, നമ്മുടെ ഇവിടെയുള്ള നോർമലി കാണുന്ന ടയറല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ചു. ഇവിടെ നിന്ന് ഇനി അങ്ങനെ ആദ്യത്തേന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ശരിക്കും എൻ്റെ ഓർമ്മയിൽ ഈ സാധനം ഇല്ല, ഞാൻ ഡാമിൻ്റെ ഉള്ളിൽ മേലെ കയറി കണ്ടതായിട്ട് ഇല്ല. അപ്പോൾ ഇവിടെ ഡാമും കാര്യങ്ങളൊക്കെ എർത്ത് ഡാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാമ്പിംഗ് ഓഫീസ് ഇതും കാര്യങ്ങളൊക്കെ. നമ്മളെങ്ങടെ പോണേ? അങ്ങോട്ട് മേലേക്ക് അപ്പോൾ എവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ മേലേക്ക് കയറിയിട്ടില്ലാന്ന്, പല വട്ടം ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ കുറേ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. സോ ഇവിടെ വേറെ കൊട്ടവഞ്ചി ഉണ്ടല്ലേ, കൊട്ടവഞ്ചി ഉണ്ട്, ഊഞ്ഞാലിൻ്റെ കുറേ ഊഞ്ഞാലുകളുണ്ട്, കുറേ ആക്ടിവിറ്റീസ് കൂടി ഉണ്ട് കേട്ടോ. പ്രസിഡന്റ് ഊഞ്ഞാലാണെന്ന് തോന്നുന്നു. പ്രസിഡന്റേ ആദ്യം പോന്ന് പ്രോ റൈഡേഴ്സ് അമ്പ് ഇവിടെ കൊള്ളാല്ലേ. ഞാൻ ആദ്യമായിട്ട് വരണ കേട്ടോ ഇവിടേക്ക്, ഞാൻ ആദ്യമായിട്ട് വരണേ. ലൈക്ക് ഇവിടേക്ക് ഈ എക്സാക്ട് ലൊക്കേഷനിലേക്ക് താഴ്ത്തി കൂടെ ഇറങ്ങാറ്. അതെ, നൈസ്. കാല് പിടിച്ച് വലിച്ചിട്ടുണ്ടാവും. അറിയാത്തൊരു പാവം പയ്യനെ പറഞ്ഞു പറ്റിക്കുക. ദീ കൂടെ കിടന്നിട്ട് അപ്പുറത്തീ കൂടെ ഒക്കെ ചാടി മറിയാന്ന്. കൊട്ടവഞ്ചിയിലോ ഒന്നേ ചാടട്ടെ, ആട്ടട്ടെ. ശരിക്കാട്ട് തലേക്കോടിയാ, തലേക്കോടി എടുക്കേ. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ഊഞ്ഞാലുണ്ട്. അടിച്ചു വിട്, അടിച്ചു കയറ്റി വിട്, അങ്ങോട്ട് വിട്. പിന്നെ ഇവിടെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്, ഫസ്റ്റ് ടൈമാണ്. ഓ, ഒരാളവിടെ പോയിട്ടുണ്ട്. കൊള്ളാട്ടാ. ഞാൻ ഇവിടേക്ക് സത്യം പറയണെങ്കിൽ ഫസ്റ്റ് ടൈം വരണേ. മറ്റേ സൈഡിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ സ്ഥലങ്ങൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ആ തുമ്പത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ, പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇവിടെ കൊട്ടവഞ്ചി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണത് കേട്ടോ. ഇപ്പുറത്തെ ഭാഗം കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൊട്ടവഞ്ചിയിലൊക്കെ ഇറങ്ങി ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ പിന്നെ ഇത് കൊട്ടവഞ്ചി എന്നിട്ട് വലിയ സാധനം കേട്ടോ, കൊട്ടവഞ്ചി ഹെവി സാധനമാണ്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും വൈബടിച്ച് നിൽക്കുക. അവിടെ എന്തോ കയറി നിൽക്കാനുള്ള എന്തോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്നിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ, പക്ഷേ ഡാമാണ് ഉണ്ടാകുന്നത് കുറച്ച് പുല്ലെനിക്ക് പറയുന്നത് വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അളവ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം ഗൈസ്, അടിപൊളിയായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകട്ടെ. അവിടെ എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട് ഊഞ്ഞാലിൽ, എന്തിട്ടാന്ന് നോക്കട്ടെ. പതുക്കാനായിട്ട് വേണം വേണ്ട. എനിക്ക് ക്യാമറേനെ പിടിക്കേണ്ടതാ കേട്ടോ.
നിക്ക് ക്യാമറ ലോക്ക് ചെയ്യട്ടെ. എടോ മനുഷ്യ കാര്യായിട്ടാ. എടോ എടോ അത് ഇത് കൊണ്ടോടോ. മതി മനുഷ്യ മതിയോടോ ഹൈറ്റ് കൊണ്ടത് കൂപ്പ്. ഇത് നല്ല പിടിക്കണം കൂപ്പ്. ഇതും നല്ല ഹൈറ്റ് കൊണ്ടിട്ടാ. നമുക്ക് പതുക്കാനാടാ. ഇങ്ങോട്ടേ നീ അവിടെ പോയിരിക്കും കുറച്ചു നേരം സമാധാനമായിട്ടാണ് കേട്ടോ. മാറി അലൈൻമെന്റ് ശരിയല്ല. എന്റെ പൊന്നെ അത് നല്ല രീതിയിൽ ഹൈറ്റിൽ കൊണ്ടിട്ടാ. ഊഞ്ഞാലുകൾ ഇങ്ങനെ ആടാത്ത കാരണം സീൻ. ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പിനൊക്കെ വരാനുള്ള വകുപ്പുണ്ട് കേട്ടാ. നിങ്ങൾ തൃശ്ശൂർ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വന്ന് കൊട്ടവഞ്ചിയും ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോകാം കേട്ടോ. ഞാൻ എൻ്റെ ചാർട്ട് വേണമെങ്കിൽ ഞാൻ പോണ വഴിക്ക് ഒന്നുകൂടി ഞാൻ കാട്ടിത്തരാം. അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡോർമെട്രി ഉണ്ട് കേട്ടോ. സോ വെൽക്കം ടു ചിമ്മിണി ഡാം, ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗൈസ്. ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. എടാടാ വിളിച്ചോ വിട്ടോ എടാ വിട്രാ കൊമ്പനും ചില്ലിക്കും കൊടുക്കുവനെ. അതിന് ബുദ്ധി വേണം. അതിനുള്ള ബുദ്ധിയില്ല. പേടിക്കാൻ കുറച്ച് ബുദ്ധി വേണേ. പേടിക്കാണെങ്കിൽ കുറച്ച് ബുദ്ധി കാണും. തിരിച്ചിറങ്ങുമ്പോ ഹണ്ണീറോസാകെ നനഞ്ഞിരിക്കണ്ടോ. തിരിഞ്ഞു കളിക്കല്ലേ ജോമാനെ. സ്കോട്ട് വണ്ടി എനിക്ക് ആട്ടണ ആള് രാകേഷ് ചേട്ടൻ ആളുടെ വണ്ടി ഉണ്ടോ സ്കോട്ട്. ഇത് നോക്കിക്കോട്ടാ നാളെ ഞാൻ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഒരു ഫെയിൽ വീഡിയോ കിട്ടാൻ. അതല്ല ഇനി ആള് നാളെ കാലത്ത് വിളിക്കട്ടോ. ഇടൂ ഇന്നത്തെ ഊഞ്ഞാല് കെട്ടിയത് കയറ് പൊട്ടിയ ഞങ്ങള് ഡാമിന്റെ മേലേക്ക് കയറിട്ടാ. ഡാമിന്റെ മേലത്തെ ഭാഗത്തേക്ക് വന്നു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മേലത്തെ ഭാഗം കേട്ടോ. മേൽ സൈഡ് ആ ഒരു ഭാഗത്തേക്ക് വന്നത്. അങ്ങോട്ടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ചേട്ടാ അങ്ങോട്ടേക്ക് പ്രവേശനം മുന്നേ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ, അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. 4-5 കൊല്ലം മുന്നേ അടച്ചതാ. അതെ, എന്തുകൊണ്ട് അടയ്ക്കാൻ കാരണം? ഭീഷണി, സുരക്ഷാ ഭീഷണിയുള്ള കാരണം അല്ലേ. നമുക്ക് താഴെ നിന്നിട്ട് കാണാൻ പറ്റുന്നോണു അല്ലേ. താഴെ നിന്നിട്ട് കാണാൻ പറ്റില്ല. അതിൻ്റെ മേലത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കയറാൻ അപ്പോഴും പറ്റില്ല. നമുക്കിനി താഴെ ഇറങ്ങാം കേട്ടോ. നമ്മൾ എല്ലാവരും വന്നിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഇത് ഈ ഭാഗം കണ്ടിട്ടുള്ള കാരണം വന്നില്ല. ഞാൻ അതിൻ്റെ മേലെ കൂടെ കയറിയിട്ട് അതിൽ കൂടെ കയറാൻ എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ എന്തായാലും സുരക്ഷാ ഭീഷണിയുള്ള കാരണം ഡാമിലേക്ക് കയറാൻ സാധിക്കുകയില്ല. 4 വർഷം മുന്നേ അടച്ചതാ. അതെന്താണെന്നറിയോ സുരക്ഷാ ഭീഷണി? ഇതാണ് സ്പെല്ലിങ്. ചിമ്മോണി എന്ന ഡാം പേര് CHIMONI, ചിമ്മോണി ഡാം. നമ്മൾ ആ ഇതിൻ്റെ മേലെന്ന് നടന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടാ ചിമ്മോണി ഡാം. അത് സ്പെല്ലിങ് തെറ്റിയതാണ് നീ അവിടെ അങ്ങനെ എഴുതിയിരിക്കണം കേട്ടോ. ചിമ്മോണി ഡാം, ചിമ്മോണി. നിങ്ങൾ മറ്റേ സംഭവം കേട്ടിട്ടുണ്ടോ? ഏതൊരു റീൽസ് ഇട്ടതാ, 80 ലക്ഷം ആൾക്കാർ കണ്ടു. സുഡിയോന്റെ അവിടെ സുധിയെ. ഇത് ആരെയും സുധിയോ ആരാ സുധിയെന്ന് പറഞ്ഞിട്ട് അതാരോ കണ്ടു. സാധനം ക്ലിയർ ചെയ്തപ്പല്ലേ 8 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാഴ്ചക്കാരായില്ലേ. നല്ല റീച്ച് ആയില്ലേ ആ സാധനം. വൈദ്യുതി ആവശ്യത്തിനായിട്ട് മറ്റേ ചെറിയൊരു ഇത് മാത്രമേ തുറന്നിട്ടുള്ളൂ അല്ലേ. അത് മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അറ്റത്ത് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ഇത് മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. ഇതാണ്
ഇവിടുത്തെ അവസ്ഥ. ഇതിപ്പോൾ 2 ദിവസം ഇനിയിപ്പോൾ ഇടിമിന്നലും ഉരുൾപൊട്ടലും മഴയൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ അവസ്ഥ എന്നിപ്പോൾ പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഞാൻ അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വന്നത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വരെ നടന്നു. എന്നാലും മേലേക്ക് കയറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫുള്ള് ഇതും കാര്യങ്ങളൊക്കെയാണ്. അധികം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അറ്റത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളുള്ളൂ കേട്ടോ. അതിൽ കൂടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ചെറിയ സ്റ്റെപ്പ് അതിൽ കൂടെയൊക്കെ ഇറങ്ങി വരാൻ. സോ ചിമ്മിണി ഡാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. സോ ചിമ്മിണി CHIMONI ചിമ്മിണി ഡാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള കാരണം ഞാൻ വല്ലാണ്ടും വെയിലത്ത് കിടന്ന് നടക്കുന്നില്ല. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗത്തേക്ക് ഇവിടേക്ക് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് കയറിയിട്ടില്ല. സോ ഞങ്ങൾ 4 പേരാണ് ഗൈസ് ഇവിടേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. കിട്ടിയില്ല 4 പേരെ കിട്ടി. യെസ്, ബ്രിഡ്ജ് ഓപ്പൺ ചെയ്താണേ. കാണാല്ലേ എത്രയാ? 1976 അല്ല 78ലാണ് കേട്ടോ. 1978 ശ്രീ EP ജോസ് പ്രൊജക്റ്റ്. എന്താ ചിമ്മിണി എന്ത് പ്രൊജക്റ്റ്? പ്രൊജക്റ്റ് വായിച്ചു. ചിമ്മിണി ജാം അല്ല ബ്രിഡ്ജാണ് കേട്ടോ. ചിമ്മിണി ബ്രിഡ്ജ്, ഈ പാലം അല്ലേ. ചീഫ് എഞ്ചിനീയർ പ്രൊജക്റ്റ് ശ്രീ EP ജോസ്. കഴിച്ച് ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു കടയിലാണ്. ഇവിടുത്തെ ഒരു കടയിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് വരുന്ന സമയത്ത് ജ്യൂസും സർവത്തും കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വിഭവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഊണ്, ചായ, കാപ്പി, പൊറോട്ട, ബീഫ്, കൊള്ളി, ബോട്ടി, ചപ്പാത്തി, ചിക്കൻ. പ്രഭാത ഭക്ഷണവും പ്രധാന ഭക്ഷണമാണ് കേട്ടോ. 11 മണിയായി സമയം, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ പൊറോട്ടയും ബീഫും കേട്ടോ. ഇവിടെ ഒരു കടയിൽ കയറി ഇതെല്ലാവരും പൊറോട്ടയും ബീഫും കഴിക്കുന്നുണ്ട് കേട്ടോ. ബീഫും കിടിലൻ പൊറോട്ടയും ആയിട്ട്. നിങ്ങളെല്ലാവരും എന്തിട്ടോ അതിൻ്റെ സെയിം സാധനം തന്നെയാ? ദോശ അത് ലാസ്റ്റേ വരുള്ളൂ. അപ്പോൾ ഒരു കഷ്ണം പൊറോട്ട ചീന്തി എടുത്തു. ഗ്രേവി ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുക്കി പൊളിച്ച് കഴിച്ചു. പൊറോട്ടയും ബീഫ് കേട്ടോ. 11 മണിയായി. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം 12 മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത്. ഞാൻ ആദ്യം സമയം കാട്ടിത്തരാം. 12 മണിയല്ല, 1 മണിയായപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. 1 മണിക്ക് നമ്മൾ 1.5 കിലോ ഐസുമായി വീട്ടിലെത്തിയിട്ടുണ്ട്. ഒന്ന് തണുപ്പിക്കണം ബോഡി ഫുള്ള് കേട്ടോ. ഓവർ ഹീറ്റായി ഗൈസ്, ബോഡി ഫുള്ള് ഓവർ ഹീറ്റായിട്ട് നിൽക്കണ്ട ബോഡി ഫുള്ള്. അപ്പോൾ ഒരു 1.5 കിലോ ഐസ് വാങ്ങിയതാണ്. ഐസ് വെള്ളത്തിൽ വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യമൊന്നുമില്ല. ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. റിവ്യൂ വീഡിയോ സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുവിടാം. ഞാൻ ആക്സിലേറ്റർ ഇട്ടിട്ട് ഒറ്റ പോക്കാണ് പോകുന്നത്. ഇപ്പോഴും ഇതിൽ ചാർജ് ഉണ്ട് കേട്ടോ. ഒരു കട്ട ചാർജ് ഇതിലിപ്പോഴും ബാലൻസ് നിൽക്കുന്നുണ്ട്. ഈ ഞാൻ മൊത്തം 68 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൽ 53 കിലോമീറ്റർ ഇതിൽ ക്ലോക്ക് ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ റൈഡ് ചെയ്യാണ് ചെയ്തത്. കാരണം നമ്മൾ കുറച്ചെങ്കിലും വാമപ്പ് ആവണ്ടേ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.